വ്ളോഗേഴ്സ് ഈ റിയാക്ഷൻസ് വീഡിയോസ് എടുത്ത് ഇടുവല്ലേ ഇങ്ങനെ. അപ്പൊ രേണുവിന് ഇത് മറ്റുള്ള ആരെങ്കിലും അയച്ചു തരാണോ അതോ രേണു തന്നെ കാണുകയാണോ? ഞാൻ കാണത്തില്ല, എന്നെ അറിയാവുന്ന ആരും എനിക്ക് ലിങ്ക് അയച്ചത് ഞാൻ കാണത്തില്ല. ഇതൊന്നും ഇന്റർവ്യൂ പോലും കാണാൻ തുടങ്ങി ഈയിടെ തൊട്ട എന്റെ ഇന്റർവ്യൂസ് കാണാം. പണ്ടത്തെ ഇന്റർവ്യൂ ഒന്നും ഞാൻ കാണൂല, എന്തിനാ വെറുതെ കണ്ട്. അപ്പം ഈയിടെയെല്ലാം ഞാൻ കാണാൻ തുടങ്ങി തന്നെ. ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഇവന്മാർക്കൊന്നും അറിയുന്നില്ല. ഇത് ഇന്ന് എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞ ചേച്ചി അവരൊക്കെ കാണും. കാരണം അവര് വീട്ടുകാർ എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമല്ല. എന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് പൂമാലകളാണെന്നാണ് ഇന്നും പറയുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാരെ കൊന്നതാന്നൊക്കെ പറയാം. വീട്ടുകാർ അറിയാത്ത അവരെയൊക്കെ പറഞ്ഞ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര്. ഫാമിലി ആയിട്ടങ്ങ് ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് ഇവരുടെ. അല്ല ഞാൻ പിന്നെ ഇവർക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ ഞാൻ കളയണം. ബോധർ ചെയ്യണ്ടെന്ന് വെച്ചൂടെ? എന്തിനെ? എടാ അത് വെക്കാം, പക്ഷെ ഈ വീട്ടുകാരും കൂടെ പറയുന്ന ഒന്നും അറിയാത്ത വീട്ടുകാരെ നമ്മളെ തളർത്തുക എന്നുള്ളതായിരിക്കും അവരുടെ ഇന്റൻഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ തളർന്നിട്ടില്ല, ഞാൻ പറഞ്ഞതാണ് മനുഷ്യനാണ്. ഇവരുടെ ഉദ്ദേശം ഇതാണോ? ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണം, മക്കളെയും കൊന്നിട്ട് ഞാൻ മരിക്കണമെന്നാണോ ഇവരുടെ ഉദ്ദേശം? അതിന് മാത്രം എന്ത് പാതകമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്ത വരുന്ന അവള് അങ്ങനെയാ ഇങ്ങനെയാ മറ്റേ ആരുടെ കൂടെ അഭിനയിച്ചാൽ അവരുടെ കൂടാന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ എൻ്റെ ഒരു അനിയൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്നതേ ഉള്ളൂ. അനിയനാ, കസിനാണ്. അപ്പൊ അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേന് എടാ നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ അടുത്ത വരനാന്ന് പറഞ്ഞത്. അവൻ എൻ്റെ കസിനാണ്, സ്വന്തം അനിയനാണ് കസിൻ. അപ്പൊ അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ അത് അടുത്ത മീഡിയ ഓൺലൈൻ മഞ്ഞ മീഡിയാസ് എടുത്തിട്ട് ഇവര് അടുത്ത വരനാണോ, അടുത്ത ഇവന്റെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചു. അത് ആരാ എന്താന്ന് പോലും ബന്ധം അറിയാതാണ് ഇവർ. അപ്പം എത്രത്തോളം അവന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എത്രത്തോളം ഇനിയിപ്പോൾ അവനെ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ടായിരിക്കും. അവരൊക്കെ കാണുമ്പോൾ എന്തുമായിരിക്കും ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരുടെ കൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, ഞാൻ ആരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അന്നേരം അവന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. വല്ലാത്ത ഇജാതിയാവും. ഞാൻ മാത്രമേ ഉള്ളൂ. രേണു ഇപ്പൊ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്ത് രേണു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ ഞാനെല്ലാം കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇത് എത്രത്തോളം രേണുവിനെ തളർത്തുന്നുണ്ട്. രേണുവിന്റെ ഉള്ളിലേക്ക് ഇത് രേണു തന്നെ ചില സമയത്ത് വിഷമിച്ചു പോവാണ്. മനുഷ്യനല്ലേ രമ്യെ? ഒറ്റയ്ക്കോ സൂചിച്ചേട്ടനുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കത്തും ഇല്ലായിരുന്നു. സത്യം. ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു എന്തായാലും ഏട്ടന് ആക്സിഡന്റ് പറ്റി. രമ്യ ആ കയ്യോ കാലോ എന്തെങ്കിലും പറ്റിക്കിടന്ന് ഞാൻ പൊന്നുപോലെ നോക്കിയാനെ. എന്നാ ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സൂചിച്ചേട്ടനെ നോക്കിയാനെ. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇവള് കള്ളവാന്ന് പറയും. എനിക്ക് ഇവരെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കാമല്ലോ. പണ്ടേ എന്നോട് പറയാറ് സൂചിച്ചേട്ടൻ എപ്പോഴും, വാവട്ടെ ഞാൻ കിടക്കത്തില്ല, എന്ത് വന്നാലും ഞാൻ കിടക്കത്തില്ല, അങ്ങനെ കിടക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തത്തില്ല കേട്ടോ എന്ന് എപ്പോഴും എന്നോട് പറയുന്ന ഈ മനുഷ്യർ ഈ ഇടയ്ക്കെല്ലാം പറയുമായിരുന്നു. ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ചേട്ടാന്ന് ചോദിക്കും. ഞാൻ കിടക്കേണ്ട അവസ്ഥ വരുത്തത്തില്ല വാവട്ടനെ, ഞാൻ എന്നെ ഇങ്ങനെ ഒരു യൂറിൻ എടുക്കേണ്ട അവസ്ഥ വരത്തില്ല, അങ്ങനെയൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞാൻ ഇപ്പൊ വഴക്കും കൂടെ പറയും, ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പറയുന്നേ എന്നൊക്കെ പറയുമായിരുന്നു. ഒരു ദിവസം പോലും കിടക്കത്തില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോ അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള വാർത്തകളും ഇതൊക്കെ പറയുമ്പോഴും ബുദ്ധിമുട്ട് വിഷമമാന്നേ. അവരും കരച്ചിലും സങ്കടവും അങ്ങനെ വിഷമം എന്നെ ചെയ്യും. പിന്നെ എന്റെ മുന്നിൽ കരയത്തില്ല, ഞാൻ അവരുടെ മുന്നിൽ വലിയ സ്ട്രോങ് അല്ലേ. അപ്പൊ അവരെന്റെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഡൗൺ ആവും എന്നറിയാം. ഞാൻ ഓർമ്മ ഞാൻ എന്ത് അത് കേട്ട് അത് പോകാൻ പറയാമേ, അത് വിട്ടേക്ക് എന്നേ പറയത്തുള്ളൂ. ചേച്ചി രാവിലെ വിളിച്ച് പറഞ്ഞ ഇത് എടി നമ്മുടെ പപ്പായാ സൂചിച്ചേട്ടനെ കൊന്ന, നീയാ കൊന്നത് എന്നൊക്കെ പറഞ്ഞ അടുത്ത ഒരു വാർത്ത ഇറങ്ങിയെന്ന്. ഇത് ഇനി ഇവിടം കൊണ്ട് നിയമപരമായിട്ട് തന്നെ പോകണമെന്ന്. കാരണം ഇവിടം കൊണ്ട് ഒരുത്തനെ എങ്കിലും പിടിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ മിണ്ടുന്നില്ല, മിണ്ടിക്കഴിഞ്ഞാൽ അവന്മാർ അതിനുള്ള നേരത്തെ മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഏതവനാണോ എനിക്ക് ടിപ്പ് ഉണ്ടാക്കുന്ന അവനിട്ട് കൊടുത്തിരിക്കും. കാരണം എൻ്റെ ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഒരു കാര്യവുമില്ലാതെ സുചേട്ടൻ മരിച്ചത് ആക്സിഡന്റ് ആണെന്ന് പറയാം. എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ചേട്ടൻ ആക്സിഡന്റ് ആയത് രേണു വേഗം ചെല്ലും, ഞാൻ എങ്ങനെ ഐസിയുവിൽ ചെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഏട്ടൻ്റെ ജീവൻ പോകുന്നിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കണോ? ആൾക്കാർ കൊന്നു കുഴിച്ചു കൊടുത്തില്ല, ഞാൻ കൊന്നാന്ന് പറഞ്ഞേനെ. ഇപ്പൊ തന്നെ പറഞ്ഞ ഞാൻ കൊന്നാന്നാ. ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങും ഏട്ടനോട് സംസാരിക്കാതെ. ആളുടെ അടുത്ത് സംസാരിച്ച് ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ചേട്ടന് കാർ ഓടിക്കാൻ പോലും അറിയത്തില്ല, ആള് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഡ്രൈവറാണ് കാർ ഓടിച്ചത്. അങ്ങനെ പോയി ഇടിച്ച് മരിച്ചതാ എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്.
പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഒരു ആൻസർ കൊടുക്കാനായിട്ട് രേണുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയുന്നവർ കുറച്ച് നാൾ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഭയം അടുത്ത് കഴിയുമ്പോൾ ഇത്രയും അവരെ ദിവസമായിട്ട് നിർത്തിക്കോളും. 2 വർഷം കഴിഞ്ഞില്ലേ ഇത് നിർത്താൻ മേലെ ഇനിയെങ്കിലും അതൊരു 2 പക്ഷെ വർഷം. രേണു ഇപ്പം ഒരുപാട് ആൽബംസ് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു, രേണുവിന് നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു. അതൊക്കെ കാണുമ്പോഴുള്ള ഒരു അവർക്ക് അത് കാണുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. അതിനായിരിക്കും അവർ വീണ്ടും രേണുവിനെ തളർത്താൻ നോക്കുകയായിരിക്കും. കാരണം നമ്മള് മനുഷ്യരല്ലേ, നമ്മളും മനുഷ്യനല്ലേ, നമുക്ക് ഇമോഷൻസ് ഉണ്ട് അല്ലേ. ഞാൻ തടിയും കൊണ്ടുള്ള ആളൊന്നും അല്ലല്ലോ, എനിക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും ഇല്ലാതാണ് ഈ ചെറ്റ വർത്താനം. അങ്ങനെ തന്നെ പറയും, ചെറ്റ വർത്താനമാണ് പറയുന്നത്, വെറും വൃത്തികെട്ട വർത്താനം. എന്തൊക്കെയാ പറയുന്നത് എൻ്റെ അമ്മോ. കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കണം, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തീർന്ന്. ഇതിന് മാത്രം എന്നാ ഞാൻ ചെയ്യുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനൊരു അവസാനമില്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരും വിടുന്നില്ല, വിടാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആൽബമൊന്നും അല്ലെങ്കിൽ ഈ ഒരു അവാർഡൊക്കെ എനിക്ക് ഏറ്റവും വലുതാണ്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഓരോന്നും അംഗീകാരങ്ങളും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഞാൻ അഭിമാനിക്കുന്നു. ഇതിനൊക്കെ ഈ കണ്ണുകടിയുള്ളവരായിരിക്കും ഓരോ ആരോപണങ്ങൾ കുത്തിപ്പൊക്കുന്നു. രേണുവിന് ഇന്നിപ്പോ കരയാൻ പോലും പറ്റാത്ത വണ്ണം, രേണു ഇപ്പൊ മുമ്പേ പറഞ്ഞു കരഞ്ഞാൽ ഉടനെ അത് ഫേക്ക് ആയിട്ട് അത് രേണു പറഞ്ഞാ 5-ാം അഭിനയിക്കുകയാണ്. തീയതിയില് ഇതില്ലായിരുന്നു ഏട്ടന്റെ ആണ്ട്. അത് അതായത് രമ്യ, ഞാനൊരു കാര്യം പറയാം. 5-ാം തീയതി ആണ്ടെന്ന് പറഞ്ഞാൽ 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ തിരി കത്തിച്ച് കല്ലറയിൽ പോയി, നമ്മുടെ കുടുംബക്കല്ലറയൊന്നുമല്ല, ഒരു പള്ളിയുടെ ഇതിൽ അടക്കിയതാണ്. കുറേ സെല്ലുള്ള ഒരു, കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല വാർത്തക്കകത്ത്. അപ്പം അതിൽ നമ്മൾ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് ഫോട്ടോയുടെ മുന്നിൽ 2 പ്രാർത്ഥന, കുറച്ച് പ്രാർത്ഥനയുള്ളൂ. അത് ആ ചടങ്ങ് തീർന്ന് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ചിരിക്കാൻ പറ്റത്തില്ലേ? ചടങ്ങ് തീർന്നു ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടോ. ഇതൊക്കെ എന്താ എനിക്കറിയാം. അതൊക്കെയാണ് എന്നിൽ വന്ന കുറ്റം. എനിക്ക് വേണേൽ അഭിനയിക്കാം, ചടങ്ങ് തീർന്നാലും ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, എല്ലാവരെയും കാണിക്കാം. അതാണെങ്കിൽ ഇവർ പറയുമോ അടിപൊളി സാധനം, അവള് കറക്റ്റ്, അവള് കരയുന്നത്. ഞാൻ എന്തിനാണ് ഇവരുടെ മുന്നിലൊക്കെ അഭിനയിക്കുന്നത്? മീഡിയാസ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക്, പ്രേക്ഷകർക്ക് സൂചിച്ചാണ്ട വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ മീഡിയ വേണം. ഞാൻ മീഡിയാസിനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തി. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരവും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിലാണെങ്കിലും എന്നോട് ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നില്ല, എല്ലാത്തിനും എനിക്കൊരു ഉത്തരവുണ്ട്. അപ്പോൾ ഈ മീഡിയ എല്ലാം വന്ന് ഇന്നത്തെ കമന്റ്, ഇവള് കരയുന്നുണ്ടോ, ശവം, അവള് കൊന്നിട്ടിരിക്കുക, സൂചിച്ചാണ്ടെ കൊന്ന, അവൾ ഈ സൈഡിൽ കൂടെ ആംഗിൾ വെക്കാൻ പറഞ്ഞിട്ടാണ് അവൾ അതിൻ്റെ അടിയിൽ നിന്ന് ക്യാമറ വെപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്. ഇവൾക്ക് കരച്ചിലില്ല, ഇവള് കള്ളിയാണ്, അവൾ ദേ ചിരിക്കുന്നത്. എനിക്ക് ചിരിക്കാൻ പറ്റും, ഞാൻ ചിരിക്കാതിരിക്കാൻ എന്തെങ്കിലും വില കൊണ്ടോ എനിക്ക്? ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ചിരി വരും, ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക്? എൻ്റെ സഹപ്രവർത്തകർ വന്ന് അവരുമായിട്ട് സംസാരിച്ച് എൻ്റെ 2-3 അന്നാണ് ഒരു ആൽബം ഇറങ്ങുവാണ്. അപ്പം അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഇത്ര വലിയ തെറ്റാണോ? പിന്നെ അലിൻ ജോസ് എന്ന് പറയുന്ന എൻ്റെ കൂടെ അഭിനയിച്ച ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, അവിടെ ആരോ പറഞ്ഞത്, മീഡിയാസിൽ നിന്ന് ഒരാളാണ് പറഞ്ഞത്, പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടി, ഋതപ്പന് വേണ്ടിയിട്ടുമല്ല, പ്രതീഷ് അതൊരു കുഞ്ഞു കൊച്ചല്ലേ, ആ മോൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് ചെയ്യാൻ സ്റ്റെപ്പ് ചെയ്തു. അത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതും ചടങ്ങെല്ലാം രാവിലെ കഴിഞ്ഞതാണ്, മരിച്ചിട്ട് 2-ാം വർഷത്തെ ചടങ്ങ് കഴിഞ്ഞാണ്. എൻ്റെ ഉള്ളിൽ ഇമോഷൻ ഞാൻ അറിഞ്ഞാൽ പോരെ, ഞാൻ എന്തിനാണ് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിക്കുന്നത്? അതും തെറ്റാ, അതും കള്ളത്തരമാണെന്ന് പറഞ്ഞു കാണിക്കാനാണോ? അതും വലിയ പാതകമായിപ്പോയി. അത് ഭയങ്കര റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രീതിയിൽ സംഭവമല്ല. അവൾ എന്തിനാണ് അങ്ങനെ, അത് ആ അലിൻ പറഞ്ഞ് ശരിയാണ്, ഞാൻ അങ്ങനെ കാണിച്ച തെറ്റാന്ന്, അത് അങ്ങനെ അങ്ങ് വിട്ട്. അല്ലെങ്കിൽ ഋതപ്പന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ച്, അതൊരു പ്രതീഷിൻ്റെ കുഞ്ഞു കൊച്ച, ഋതപ്പനേക്കാളും ഇളയൊരു കുഞ്ഞ്, ആ കുഞ്ഞിന് ആരോ പറഞ്ഞ് പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആലിൻ്റെ 2 സ്റ്റെപ്പ്. ആളെവിടെ പോയാലും ഡാൻസ് കളിക്കുന്ന ഒരു പ്രകൃതമാണ് ആലിൻ്റെയൊക്കെ. അപ്പം അങ്ങനെ ചെയ്തു. അതെനിക്ക് തെറ്റായിട്ടൊന്നും, അതെല്ലാം കഴിഞ്ഞവരെ ഇറങ്ങുമ്പോഴാണ് മീഡിയാസാണ് പറഞ്ഞത്, മീഡിയക്കാരുടെ ഇടയിൽ ഒരാൾ പറഞ്ഞതാണ്, ആരാ എന്താണെന്നും എനിക്കറിയില്ല.